ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഹരികൃഷ്ണ പ്രേമിയുടെ മാതൃഭൂമി കാ മാൻ എന്ന ഏകാംഗിയായിരുന്നു നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. ഇതതിൻ്റെ പാർട്ട് 2 ആണ്. ഇതിൽ നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് ആ 1 ആക്ട് പ്ലേ, ആ ഏകാംഗിയിലെ ദൂസറ ദൃശ്യമാണ്. നമ്മൾ പ്രഥം ദൃശ്യ അല്ലെങ്കിൽ ഫസ്റ്റ് സീനിൽ കണ്ട കാഴ്ച എന്താണ്? മഹാറാണ ലാഖയുടെ വളരെ ബുദ്ധിമാനായ സേനാപതി അഭയ് സിംഗ് എവിടെ പോയിരിക്കുകയാണ്? ഹാഡിയിലെ രാജാവ്, ദാറ്റ് ഈസ് ബൂന്തിയിൽ പോയിരിക്കുകയാണ്. ബൂന്തിയിലെ രാജാവ് രാവഹേമുയുടെ അടുത്ത് ഒരു മെസ്സേജുമായിട്ടാണ് പോയത്. മെസ്സേജ് എന്താണ്? രാവഹേമുവും തൻ്റെ സൈന്യവും എല്ലാം ഈ മഹാറാണ ലാഖയുടെ ആധിപത്യം സ്വീകരിക്കണം. രാവഹേമു അത് ക്ലിയറാക്കി പറഞ്ഞു, ഞങ്ങൾക്കത് സാധ്യം അല്ല. അങ്ങനെ അഭയ് സിംഗ് ആ ഒരു ദൗത്യം പൂർത്തിയാക്കാതെ, പോയ കാര്യം നടക്കാതെ തിരിച്ച് മഹാറാണ ലാഖയുടെ അടുത്തേക്ക് വന്ന കാര്യം പറയാണ്. അപ്പോൾ ഈ ദൂസറ ദൃശ്യം നമുക്ക് ഇമാജിൻ ചെയ്യേണ്ടത് ഇത് ചിത്തോഡ് കാ രാജ്മഹലാണ്. ചിത്തോഡ് എന്ന് പറയുമ്പോൾ മേവാഡ് കെ ശാസക് മഹാറാണ ലാഖയുടെ ആ ഒരു സ്ഥലമാണ്. അദ്ദേഹം വളരെ ചിന്തിത് ഓർ വ്യഥിത് അവസ്ഥാമേ ടെഹൽ റഹേ ഹെ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അദ്ദേഹം വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം മെസ്സഞ്ചറിനെ വിട്ടു, മെസ്സഞ്ചർ നിരാശനായിട്ട് തിരിച്ചു വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറെ ചില വിഷമങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് ഈ ദൂസറ ദൃശ്യയിലാണ് വെളിപ്പെടുന്നത്. മേവാഡ് के गौरवपूर्ण इतिहास में मैंने कलंक का टीका लगाया है. इस बार मुट्ठी भर हाड़ाओं ने हम लोगों को जिस प्रकार पराजित और विफल किया, उसमें मेवाड़ के आत्मगौरव को कितनी ठेस पहुंची है, यह मेरा हृदय जानता है. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ, ഇവർ തമ്മിൽ മഹാറാണ ലാഖയുടെ സൈന്യവും രാവഹേമുയുടെ സൈന്യവും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായി. അതിൽ താരതമ്യേന ചെറിയ സൈന്യമായ രാവഹേമു ജയിക്കുകയുണ്ടായി. അപ്പോൾ അത് നമ്മുടെ മഹാരാജ ലാഖായിക്ക് വളരെ അധികം നാണക്കേടായി. ഉനിയെ ठेस പहुंचना വളരെയധികം ഇൻസൾട്ടഡ് ആകുക, വളരെയധികം ദുഃഖമാകുക, വളരെയധികം വിഷമിക്കുക. യഹ മേര ഹൃദയ ജാൻതാ ഹെ മുझे കിത്നി ठेस पहुंची है. എൻ്റെ ഹൃദയത്തിന് മാത്രമേ അറിയൂ ആ ഒരു യുദ്ധത്തിൽ. കാരണം നമ്മളെക്കാൾ ശക്തിശാലിയായിട്ടുള്ള ഒരു രാജ്യവുമായിട്ട് തോക്കുമ്പോൾ നമുക്ക് അത്ര വിഷമമില്ല. പക്ഷെ നമ്മളെക്കാളും താരതമ്യേന ചെറുത് എന്ന് കൺസിഡർ ചെയ്യപ്പെടുന്നവരിൽ നിന്ന് നമുക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ നമുക്ക് വളരെയധികം ഇൻസൾട്ടഡ് ആയിട്ട് തോന്നും. और वो भी मुट्ठी भर हाड़ाओने, ഒരു കൈക്കുമ്പിൽ ഒതുങ്ങുന്ന ഹാഡാക്കൾ ഞങ്ങളെ തോൽപ്പിച്ചു. അതാണ് എനിക്ക് ഏറ്റവും വിഷമം. മേവാഡ് കെ ഗൗരവപൂർണ്ണ ഇതിഹാസ് മേ मैंने കലങ്ക് കാ ടീക്ക ലഗായ ഹെ. കലങ്ക് കാ ടീക്ക എന്ന് വെച്ചാൽ ഒരു അപമാനക്കുറി ചാർത്തുക നെറ്റിയിൽ, എന്ന് വെച്ചാൽ നാണക്കേട് വരുത്തുക. മേവാഡിന് ഗൗരവപൂർണ്ണമായ ഒരു ഇതിഹാസമുണ്ട്, നല്ല പാരമ്പര്യമാണ് മേവാഡിന്. വളരെയധികം ശൂര പരാക്രമിയായ രാജ്പൂത്തുകളുള്ള ഒരു സ്ഥലമാണ് മേവാഡ്. അപ്പോൾ ആ ഒരു അഭിമാനത്തിന് കലങ്കമായിട്ടാണ് ഞാൻ ഈ കൈക്കുമ്പിലുള്ള വളരെ കുറച്ച് ഹാഡാക്കളോട് ഞാൻ തോറ്റത്. അഭയ് സിംഗ് കാ പ്രവേശ് ഓർ മഹാറാണ കോ അഭിവാദൻ കർണ. ആ സമയത്ത് അവിടെ ആര് പ്രവേശിക്കും? അഭയ് സിംഗ്. മഹാറാണ ജി, ദർബാർ കെ സഭാസദ് ആപ്കെ ദർശൻ പാനെ കോ ഉത്സുക് ഹെ. അഭയ് സിംഗ് വന്നിട്ട് പറയാണ്, ദർബാർ കെ സഭാസദ്, രാജാവിനെ കാണാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. സേനാപതി അഭയ് സിംഗ് ജി, आज मैं दरबार में नहीं जाऊंगा. आप जानते हैं कि जब से हमें नीमरा के मैदान में बूंदी के रावहेमु से पराजित होकर भागना पड़ा, मेरी आत्मा मुझे धिक्कार रही है. बप्पा रावल और वीरवर हमीर का रक्त जिसकी धमनियों में बह रहा हो, वह प्राणों के भय से भाग जाए, यह कितने कलंक की बात है. മഹാറാണ ലാഖ തൻ്റെ വിഷമം അഭയ് സിംഗിനോട് പറയും. അദ്ദേഹം എന്താണ് പറയുന്നത്? ആജ് മേ ദർബാർ മേ നഹി ജാऊंगा. ഇന്ന് എനിക്ക് ദർബാറിൽ പോകാനുള്ള ഒരു മനസ്സും തോന്നുന്നില്ല. കാരണം എന്താണ്? ആപ് ജാനത്തെ ഹൈ कि जब से हमें नीमरा के मैदान में
ബൂന്ദി കെ രാവ് ഹേമു സെ പരാജിത് ഹോക്കർ ഭാഗ്ന പട. ഈ ഒരു സ്ഥലം നിങ്ങൾ മെമ്മറൈസ് ചെയ്തേക്കണം. നീമ്ര കെ മേദാൻ, അവിടെയാണ് ബൂന്ദിയിലെ രാവ് ഹേമുടെ കുറച്ച് സൈന്യവും മഹാറാണ ലാഖയുടെ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയത്. ആ സ്ഥലമാണ് നീമ്ര കെ മേദാൻ. और वहाँ से पराजित होकर मुझे भागना पड़ा. ഞാൻ അവിടുന്ന് തോറ്റു ഓടുകയാണ് ചെയ്തത്. മേരി ആത്മാ മുझे ധിക്കാർ रही है. എൻ്റെ ഉള്ളിൽ വാസ്തവത്തിൽ കുറ്റബോധം നിറഞ്ഞിരിക്കുകയാണ്. മുझे ധിക്കാർ रही है. എനിക്ക് നാണമില്ലേ, ഞാൻ എന്തിനവിടുന്ന് ഇങ്ങനെ പരാജിതനായി ഓടി, അത് ഓർത്തിട്ട് എനിക്കിപ്പോഴും നാണക്കേട് സഹിക്കാൻ മേല. ബപ്പ രാവൽ ഓർ വീർവർ ഹമീർ കാ രക്ത് ജിസ്കി ധമനിയോ മേ ബഹ രഹാ ഹോ. നമ്മുടെ ഞരമ്പിലൂടെ നമ്മുടെ പൂർവികർ ബപ്പ രാവൽ, വീർവർ ഹമീർ, ഇവരൊക്കെ വളരെ ദുസ്സാഹസിയായിരുന്നു. എന്നുവെച്ചാൽ മരണം നിശ്ചിതം എന്നറിഞ്ഞാലും യുദ്ധത്തിന് പോകുന്ന ധൈര്യശാലികളായിരുന്നു ബപ്പ രാവലും വീർവർ ഹമീറും. അപ്പോൾ ഈ പൂർവജരുടെ വംശത്തിൽപ്പെട്ടതാണ് ഞാൻ. എന്നിട്ട് എനിക്ക് നാണമില്ലായിരുന്നോ ആ നീമ്ര കെ മേദാനിൽ ബൂന്ദിയുടെ കുറച്ച് സൈന്യത്തിൻ്റെ മുമ്പിൽ പരാജിതനായി ഞാൻ ഓടേണ്ടി വന്നു. യഹ് കിത്തനെ കലങ്ക് കി ബാത്ത് ഹെ. ഇത് എത്ര വലിയ ഒരു നാണക്കേടാണ്, മായ്ച്ചാലും മായാത്ത ഒരു അപമാനമാണ്. കിന്തു ജറാസി ബാത് കെ ലിയെ ആപ് ഇത്നാ ശോക് ക്യോ കർത്തെ ഹൈ മഹാറാണ. हाड़ाओं ने रात के समय अचानक हमारे शिविर पर आक्रमण कर दिया. आकस्मिक धावे से घबराकर हमारे सैनिक भाग खड़े हुए. आप तो तब भी प्राणों पर खेलकर राव हेमू से लोहा लेना चाहते थे, किंतु हम ही लोग आपको वहाँ से खींच लाए. इसमें आपका क्या अपराध है और इसमें मेवाड़ के गौरव में कमी आने का कौन सा कारण है. അപ്പം നോക്കിയേ, അഭയ് സിംഗ് പറയാണ്, ഇത്രയും ചെറിയൊരു കാര്യത്തിന് അങ്ങ് ഇത്രയും ടെൻഷൻ ആവേണ്ട കാര്യം എന്താണ്? കാരണം അന്ന് സംഭവിച്ചത് എന്താണ്? ഹാഡാവുനെ രാത് കെ സമയം അച്ചാനക് ഹമാരെ ശിവിർ പർ ആക്രമൺ കർ ദിയ. അവർ രാത്രിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ക്യാമ്പിലേക്ക് അറ്റാക്ക് ചെയ്തു. ആകസ്മിക് ധാവേ സെ ഘബറാക്കർ ഹമാരെ സൈനിക് ഭാഗ് ഖടേ ഹുയി. അപ്പോൾ പ്രതീക്ഷിക്കാതെ വന്ന ഒരു ആക്രമണം ആയത് കാരണം നമ്മുടെ സൈനികർ പേടിച്ച് ഓടി. आप तो तब भी प्राणों पर खेल कर राव हेमू से लोहा लेना चाहते थे. പക്ഷേ അങ്ങ് മഹാരാജാവെ, അങ്ങ് ആ സമയത്തും തൻ്റെ ജീവൻ കളഞ്ഞു പോലും അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ ഹമീ ലോഗ് ആപ്കോ വഹാസെ ഖീഞ്ച് ലായ്. ഞങ്ങളാണ് അങ്ങേ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ച് കൊണ്ടുവന്നത്. ഇസ്മേ ആപ്കാ ക്യാ അപരാധ് ഹൈ और इसमें मेवाड़ के गौरव में कमी आने का कौन सा कारण है. അവർ രാത്രിയിൽ ആക്രമണം നടത്തി. അത് യുദ്ധനീതിക്ക് നിരക്കാത്തതായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് യുദ്ധം നടക്കുമ്പോൾ രാവിലെ ശംഖൂതിയാണ്, അതിനൊരു പ്രോപ്പർ റൂൾസ് ഉണ്ടായിരുന്നു. അതവർ തെറ്റിച്ച് ആക്രമിച്ചപ്പോൾ നമ്മുടെ സൈനികർ പെട്ടെന്ന് പേടിച്ച് ഓടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അങ്ങ് ആ സമയത്തും അവരുമായിട്ട് ഏറ്റുമുട്ടാൻ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ആ സമയത്ത് പ്രിപ്പയർഡ് അല്ലാത്തത് കാരണം ഞങ്ങളാണ് അങ്ങേ ഇങ്ങും വലിച്ച് കൊണ്ടുവന്നത്. जिनकी खाल मोटी होती है उनके लिए किसी भी बात में कोई भी अपयश, कलंक या अपमान का कारण नहीं होता, किंतु जो आन को प्राणों से बढ़कर समझते आए हैं वे पराजय का मुख देख कर भी जीवित रहें. यह कैसी उपहासजनक बात है. जिनकी खाल मोटी होती है, നല്ല തൊലിക്കട്ടിയുള്ളവർക്ക് എന്ത് നടന്നാലും ഒരു പ്രശ്നവുമില്ല, ഒരു നാണക്കേടുമില്ല. കോയി ഭി അപയശ്, അവരുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിലല്ലേ അവർക്ക് അത് നഷ്ടപ്പെടുമ്പോൾ എന്താണെന്ന് അറിയത്തുള്ളൂ. കോയി ഭി കലങ്ക് യാ അപമാൻ ഉൻകെ ലിയെ കുച്ച് ഭി നഹീ ഹൈ. എത്ര വലിയ അപമാനമായാലും അവർ ചിരിച്ച് തന്നെ നിൽക്കും. അവർക്ക് നാണമില്ല. അവർക്ക് മാനം ഉണ്ടെങ്കിലല്ലേ അത് നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു വിഷമം അറിയത്തുള്ളൂ. लेकिन जो आन को प्राणों से बढ़कर समझते आए हैं वे पराजय का मुख देख कर भी जीवित रहें. यह कैसी उपहासजनक बात है. പക്ഷേ തൻ്റെ ആൻ എന്ന് വെച്ചാൽ റെസ്പെക്റ്റ്, ആ ഒരു റെസ്പെക്റ്റ് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവർക്ക് അത് നഷ്ടപ്പെട്ടാൽ അവർക്കത് ജീവിക്കാൻ ഒക്കത്തില്ല. യേ കേസി ഉപഹാസ്ജനക് ബാത്ത് ഹെ. അവരുടെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെട്ട് എന്നിട്ടും ജീവിച്ചിരിക്കുകയാണെങ്കിൽ വോ കേസി ഉപഹാസ്ജനക് ബാത്ത് ഹെ, വളരെ നാണക്കെട്ട ഒരു കാര്യമാണത്. സുനോ അഭയ് സിംഗ് ജി, मैं अपने मस्तक के इस कलंक के टीके को
धो डालना चाहता हूँ. അഭയ് സിംഗ്, എൻ്റെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണിത്. എൻ്റെ അഭിമാനത്തിനൊരു കളങ്കമേറ്റിരിക്കുന്നു. അത് ഞാൻ മായ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. मेवाड़ के सैनिक आपकी आज्ञा पर अपने प्राणों की बलि देने को प्रस्तुत हैं. അപ്പോൾ അഭയ് സിംഗ് പറയും, രാജാവേ, അങ്ങൊന്ന് മൂളിയാൽ മതി. നമ്മുടെ സൈനികർ അവരുടെ ജീവൻ വരെ നൽകി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. उनके पौरुष की परीक्षा का दिन आ पहुंचा है. महारावल बप्पा का वंशज मैं लाखा प्रतिज्ञा करता हूँ कि जब तक बूंदी के दुर्ग में ससैन्य प्रवेश नहीं करूँगा, अन्न जल ग्रहण नहीं करूँगा. നമ്മുടെ സൈനികർക്ക് അവരുടെ ധൈര്യവും അവരുടെ ബലവും ഒക്കെ പ്രൂവ് ചെയ്യാനുള്ള സമയം ആയിരിക്കുകയാണ്. ഉൻകെ പരീക്ഷാ കാ ദിൻ ആ ഗയാ ഹെ. ഞാൻ ആരാണ്? മഹാരാവൽ ബാപ്പ കാ വംശജ്. മഹാരാവൽ ബാപ്പ വളരെയധികം ധൈര്യശാലിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈനേജിൽപ്പെട്ട ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പ്രതിജ്ഞ കർത്താ ഹൂँ, ഞാനൊരു ഓത്ത് എടുക്കുകയാണ്, ഞാനൊരു പ്രോമിസ് എടുക്കുകയാണ്. എന്താണ്? ജബ് തക് ബൂന്തി കെ ദുർഗ് മേ സസൈന്യ പ്രവേശ് നഹീ കരൂങ്ക, അന്ന ജൽ ഗ്രഹൺ നഹീ കരൂങ്ക. ബൂന്തിയുടെ ദുർഗ്, കോട്ട, രാവഹേമുടെ കോട്ട ഞാൻ ആക്രമിക്കുന്നത് വരെ ഞാൻ അന്നവും ജലവും ഭക്ഷിക്കില്ല. महाराणा, छोटे से बूंदी दुर्ग को विजय करने के लिए इतनी बड़ी प्रतिज्ञा करने की क्या आवश्यकता है? बूंदी को उसकी धृष्टता के लिए तो दंड दिया ही जाएगा, लेकिन हाड़ा लोग कितने वीर हैं. युद्ध करने में वे यम से भी नहीं डरते. इसमें संदेह नहीं कि अंतिम विजय हमारी होगी, किंतु यह निश्चय पूर्वक नहीं कहा जा सकता कि इसमें कितने दिन लग जाएंगे. इसलिए ऐसी भीषण प्रतिज्ञा आप न करें. അപ്പോൾ അഭയ് സിംഗ് ഇത് കേട്ട് ആകെ അങ്ങ് പേടിച്ചു പോവും, ടെൻഷനാവും. അദ്ദേഹം എന്താണ് പറയുന്നത്? മഹാരാജാവേ, ഛോട്ടേ സേ ബൂന്തി ദുർഗ്, ഇത്രയും ചെറിയൊരു രാജ്യം ബൂന്തി, അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി അത്ര ബുദ്ധിമുട്ടല്ല. പക്ഷേ താങ്കൾ അതിനു വേണ്ടി ഇത്രയും വലിയൊരു പ്രതിജ്ഞ എടുക്കുന്നത് എന്തിനാണ്? ബൂന്തി കോ ഉസ്കി ദൃഷ്ടതാ കെ ലിയെ ദണ്ഡ് ദിയാ ഹി ജായേഗ. ഈ ബൂന്തി അല്പ അഹങ്കാരം കൂടുന്നുണ്ട്. ഉസ്കി ദൃഷ്ടത, അതിന് നമ്മളതിന് പകരം ഒരു മറുപടി കൊടുത്തേ പറ്റൂ. ലേക്കിൻ ഹാഡാ ലോഗ് കിത്തനെ വീർ ഹേ. പക്ഷേ നമുക്ക് നമ്മുടെ എനിമീസിൻ്റെ ബലവും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഹാഡാ ലോഗ് വളരെ വീറാണ്, കാരണം അവരും രാജ്പൂത് വംശജരാണ്. അപ്പോൾ അവർ ചെറിയ രാജ്യമാണെങ്കിലും അവർക്ക് വളരെ ധൈര്യശാലിയായ ആൾക്കാരാണ് ഹാഡാ ലോഗ്. യുദ്ധ കർണേമേ വേ യം സേ ഭി നഹി ഡർത്തെ. യമരാജൻ മുമ്പിൽ വന്നാൽ പോലും, യമരാജൻ ആരാണ്? ലോർഡ് ഓഫ് ഡെത്ത്, നമ്മുടെ മരണം കൊണ്ട്, കാലനുമായിട്ട് നമ്മുടെ മരണം കൊണ്ട് വരുന്ന ആളാണ്. എന്നിട്ട് കൂടി യമരാജനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ബൂന്തിയിലെ സൈനികർ തയ്യാറാണ്. ഇസ്മേ സന്ദേഹ നഹി കി അന്തിം വിജയ് ഹമാരി ഹോഗി. പക്ഷേ നമ്മളാണ് ശക്തിശാലികൾ, നമ്മളാണ് വലിയ രാജ്യം. അപ്പം ബൂന്തിയായിട്ട് യുദ്ധം ചെയ്താൽ നമ്മൾ ജയിക്കും. ഇസ്മേ സന്ദേഹ നഹി, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ നിശ്ചയപൂർവക് നഹി കഹാ ജാ സക്താ कि इसमें कितने दिन लग जाएंगे. എത്ര ദിവസം എടുത്തായിരിക്കും നമുക്കവരെ കീഴ്പ്പെടുത്താൻ പറ്റുന്നത് എന്ന് നമുക്കിപ്പോഴേ പറയാൻ ഒക്കത്തില്ല. അപ്പോൾ കീഴ്പ്പെടുത്തുന്നത് വരെ രാജാവ് അന്നജലം ഗ്രഹിക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോവും. ഇസിലിയെ ऐसी ഭീഷൺ പ്രതിജ്ഞ ആപ് ന കരേ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്രയധികം കടുപ്പമേറിയ ഒരു പ്രോമിസ് അങ്ങ് ഇടരുത്. आप क्या कहते हैं सेनापति? क्या कभी आपने सुना है कि सूर्य वंश में पैदा होने वाले पुरुष ने अपनी प्रतिज्ञा को वापस लिया हो? प्राण जाए पर वचन न जाए. അപ്പം മഹാരാജാവ് പറയും, എന്താ അഭയ് സിംഗ് ഈ പറയുന്നത്? എപ്പോഴേലും കേട്ടിട്ടുണ്ടോ സൂര്യവംശത്തിൽ ജനിക്കുന്ന പുരുഷൻ താൻ എടുത്ത പ്രതിജ്ഞ വേണ്ടാന്ന് വെക്കുക എന്നത്? നടക്കുന്ന കാര്യമല്ല. പ്രോമിസ് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ പാലിച്ചേ പറ്റൂ. വാക്കാണ്. പ്രാൺ ജായ് പർ വചൻ ന ജായ്. യഹ് ഹമാരെ ജീവൻ കാ മൂൽ മന്ത്ര ഹെ. ഞങ്ങളുടെ ലൈഫിലെ മെയിൻ മോട്ടോ, ഞങ്ങളുടെ മെയിൻ ഇതെന്താണ്? ഞങ്ങളുടെ പ്രധാന ഒരു തീരുമാനം എന്താണ്? പ്രാൺ ജായ് പർ വചൻ ന ജായ്. ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ വാക്കിന് വില കൊടുക്കുന്ന പുരുഷന്മാരാണ് സൂര്യവംശത്തിൽ പെട്ടവർ. ജോ തീർ തർക്കസ് സെ നിക്കൽ കർ കമാൻ പർ ചढ़ कर छूट गया
उसे बीच में नहीं लौटाया जा सकता. നമ്മൾ ബോവാനാരോ അമ്പും വില്ലും ചെയ്യുമ്പോൾ നമുക്കറിയില്ലേ, നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് അമ്പൊക്കെ വെക്കുന്ന ആ തർക്കശില്ലേ, അതിൽ നിന്ന് നമ്മൾ അമ്പെടുത്ത് നമ്മൾ വില്ലുമായിട്ട് വെച്ചിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചെടുക്കാൻ ഒക്കില്ല. അതുപോലാണ് വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ ഒക്കില്ല. और इस बात की हाल के युद्ध में पुष्टि भी हो चुकी है. हाड़ा जाति वीरता में हम लोगों से किसी प्रकार हीन नहीं है. फिर भी महाराणा लाखा की प्रतिज्ञा वास्तव में प्रतिज्ञा है. वह पूर्ण होनी ही चाहिए. അപ്പം മഹാരാജാവ് പറയാൻ, എനിക്കറിയാം നമ്മൾ ഈയിടെ ഒരു യുദ്ധത്തിൽ അവരുടെ അടുത്ത് തോറ്റതേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ ബലം എന്താണെന്നും, അവർ ചെറിയ രാജ്യമാണ്, പക്ഷേ അവരുടെ സൈനികർക്ക് നല്ല ധൈര്യമാണ്, അവർ അവസാന നിമിഷം വരെ നല്ല പോലെ യുദ്ധം ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാലും ഞാൻ വാക്ക് പറഞ്ഞുപോയി. ഇനി ഞാൻ അന്നജലം ഭക്ഷിക്കണമെങ്കിൽ ഞാൻ ബൂന്തി ദുർഗ് നശിപ്പിക്കണം. നേപഥ്യമേ ഗാൻ. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ, നേപഥ്യം എന്ന് വെച്ചാൽ ആ സ്റ്റേജിൻ്റെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഒരു പാട്ടിങ്ങനെ ആരോ പാടി വരുന്നു. ये सागर से रत्न निकाले, युग युग से है गए संभाले, इनसे दुनिया में उजियाला, तोड़ मोतियों की मत माला. ये छात्री में छेद करा कर एक हुए हैं हृदय मिला कर, इनमें व्यर्थ भेद क्यों डाला, तोड़ मोतियों की मत माला. ഗാത്തേ ഗാത്തേ ചാരണി കാ പ്രവേശ്. അത് ചാരണിയാണ്, അവരിങ്ങനെ പാടി പാടി വരികയാണ്. തും കുച്ച് ഗാ രഹി थी चारणी, तुम संपूर्ण राजस्थान को एकता की श्रृंखला बांधकर देश की स्वाधीनता के लिए कुछ करने का आदेश दे रही थी, किंतु मैं तो उस श्रृंखला को तोड़ने जा रहा हूँ. दो जातियों में जानी दुश्मनी पैदा करने जा रहा हूँ. നീ ഒരു ഐക്യത്തിൻ്റെ ഗീതം പാടുകയായിരുന്നില്ലേ ചാരണി. പക്ഷേ ഞാൻ ഐക്യം നശിപ്പിക്കാൻ പോവുകയാണ്. मैं उस श्रृंखला को तोड़ने जा रहा हूँ. ആ പാട്ട് വളരെ മീനിങ്ഫുള്ളായിട്ടുള്ള പാട്ട് പാടിയാണ് ചാരണി പ്രവേശിക്കുന്നത്. എന്താണ്? വ്യർത്ഥ ഭേദ് ക്യോ ഡാല. രാജ്പൂത്ത് വംശജർ തമ്മിൽ വെറുതെ ഒരു അകൽച്ച എന്തിനാണ് ഉണ്ടാക്കിയത്? തോട് മോത്തിയോं की मत माला, മോത്തിയോं की माला के समान है. അപ്പോൾ ചാരണി ഈ സ്ത്രീ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്, രാജസ്ഥാനിൽ ഒരുപാട് രാജവംശജരുണ്ട്, രാജസ്ഥാനിൽ ഒരുപാട് ചെറിയ ചെറിയ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ട്. എല്ലാവരും രാജ്പൂത്ത് വംശജരാണ്. പക്ഷേ അവർ ഓരോരുത്തരും ഓരോ നാട്ടുരാജ്യത്തിൻ്റെ രാജാക്കന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു മുത്തുമാലയിൽ കോർത്ത്, നല്ലൊരു നമ്മൾ മുത്തുകൾ ഒരു മാലയിൽ കോർത്ത് നല്ല മനോഹരമാകുന്നത് പോലെ ഈ രാജ്പൂത്ത് വംശജരെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ വിദേശികൾ ആക്രമിക്കുമ്പോൾ ഇവർ ഓൾ ടുഗെദർ ഒരു നല്ല ഒരു ശക്തിയായിട്ട് മാറും. അപ്പം അങ്ങനെ വേണം എന്ന് ഗീതം പാടി ചാരണി വരുമ്പോൾ മഹാരാജാവ് എന്താ പറയുന്നത്? കിന്തു മേ തോ ഉസ് ശൃംഖല കോ തോടനെ ജാ രഹാ ഹൂം, ദോ ജാതിയോ മേ ജാനി ദുശ്മനി പേദാ കർനെ ജാ രഹാ ഹൂം. രണ്ട് വംശജർ തമ്മിൽ ലൈഫ് ലോങ് എനിമിറ്റി, അതാണ് എൻ്റെ ഉദ്ദേശം. യാ ആപ് ക്യാ कहते हैं महाराणा, आपके विवेक पर सबको विश्वास है. मैं आपसे निवेदन करने आई हूँ कि यद्यपि समय के फेर से आप हाड़ा शक्ति और साधनों में मेवाड़ के उन्नत राज्य से छोटे हैं, फिर भी वे वीर हैं. मेवाड़ को उसकी विपत्ति के दिनों में सहायता देते रहे हैं. यदि उनसे कोई धृष्टता बन पड़ी हो तो महाराणा उसे भूल जाएं और राजपूत शक्तियों में स्नेह का संबंध बना रहने दें. അപ്പം ചാരണി ക്ലിയറായിട്ട് പറയും, മഹാരാജാവേ, അങ്ങയുടെ വിവേകത്തിൽ എല്ലാവർക്കും വിശ്വാസമാണ്. ആദ്യം ഒന്ന് കോംപ്ലിമെൻ്റ് ചെയ്യും. രാജാവേ, അങ്ങ് ഉചിതമായ തീരുമാനമേ എടുക്കുകയുള്ളൂ, അതുകൊണ്ട് ജനങ്ങൾക്ക് അങ്ങേ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നിവേദൻ കർണയായോ, ഞാനൊരു റിക്വസ്റ്റ് അങ്ങയുടെ മുമ്പിൽ വെക്കുകയാണ്. എന്താണ്?
समय के फेर से हाड़ा शक्ति और साधनों में मेवाड़ के उन्नत राज्य से छोटे हैं. ഹാഡ സമയക്കെ ഫേർസെ സിറ്റുവേഷൻസ് മാറി വന്നതനുസരിച്ച് കാലത്തിൻ്റെ ഒരു ചക്രവാളത്തിൽപ്പെട്ട് കാലത്തിൻ്റെ ഒരു ഗതിയിൽപ്പെട്ട് ഹാഡ പല കാര്യത്തിലും നമ്മളെക്കാളും താന്നതാണ്. പക്ഷേ നമുക്ക് ആവശ്യം വന്നപ്പോൾ എല്ലാം ഹാഡ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യദി ഉൻസെ കോയി ധൃഷ്ടത ബൻ പടി ഹോ, അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആപ് ഉസേ ഭൂൽ ജായേ और राजपूत शक्तियों में स्नेह का संबंध बना रहने दें. അങ്ങ് വിശാല മനസ്കത കാണിച്ച് അവരുടെ ആ ഒരു തെറ്റ് പൊറുക്കുന്നതാണ് നല്ലത്. ചാർണി തും ബഹുത് ദേർ ആയി. അപ്പം മഹാറാണ പറയും, ചാർണി തും ബഹുത് ദേർ സെ ആയി, നീ വന്നപ്പം വൈകിപ്പോയി ചാർണി. അഭയ് സിംഗ് കാര്യം പറയും, ചാർണി महाराणा ने प्रतिज्ञा की है कि जब तक वे बूंदी के गढ़ को जीत न ले അന്ന ജൽ ഗ്രഹൺ ന കരേങ്കെ. അപ്പോൾ അഭയ് സിംഗ് കാര്യം പറയും, രാജാവ് ഒരു തീരുമാനമെടുത്തു, ഒരു പ്രതിജ്ഞ എടുത്തു, ബൂന്തി ആക്രമിക്കുന്നത് വരെ അദ്ദേഹം അന്നജലം സ്വീകരിക്കില്ല. ദുർഭാഗ്യ महाराणा मैं ऐसा नहीं होने दूंगी. देश का कोई शुभ चिंतक इस विद्वेष की आग को फैलने देना पसंद नहीं कर सकता. അപ്പം ചാരണി പറയൂ, ഞാനിത് ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്നുവെച്ചാൽ നിങ്ങൾ തമ്മിൽ എന്നുവെച്ചാൽ മേവാറും ഹാഡായും തമ്മിൽ ഒരു ശത്രുത ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാനെന്ന് മാത്രമല്ല, കോയി ഭീ ദേശ് കാ ശുഭ് ചിന്തക്, നമ്മുടെ രാജ്യത്തെ ഒരു വെൽവിഷറും ഇതാഗ്രഹിക്കത്തില്ല. കി വിദ്വേഷ് കി ആഗ് ഫേൽ ജായ്, വെറുപ്പിൻ്റെ ഒരു തീ ആളിക്കത്താൻ ഒരു വെൽവിഷറും നമ്മുടെ നാട്ടിലെ ഒരു വെൽവിഷറും ആഗ്രഹിക്കത്തില്ല. കിന്തു മഹാരാണ കി പ്രതിജ്ഞ തോ പൂരി ഹോനി ഹി ചാഹിയേ. അപ്പോൾ അഭയ് സിംഗ് പറയാണ്, പക്ഷേ മഹാരാജാവ് ഒരു പ്രതിജ്ഞ എടുത്തുപോയി, അപ്പോൾ അതിന് ഏതായാലും പൂർത്തീകരിച്ചല്ലേ പറ്റൂ. ഉസ്കാ ഏക് ഹി ഉപായ ഹൈ, വഹ യഹ कि यहीं पर बूंदी का एक नकली दुर्ग बनाया जाए. महाराणा उसका विध्वंस करके अपनी प्रतिज्ञा पूरी कर लें. महाराणा क्या आपको मेरा प्रस्ताव स्वीकार है? അപ്പോൾ ചാരണി വളരെ ക്ലെവറായിട്ട് ഒരു നല്ലൊരു ഐഡിയ പറഞ്ഞു കൊടുക്കും. എടുത്ത പ്രതിജ്ഞ പൂർത്തീകരിക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ബൂന്തിയുടെ ഒരു നക്ലി ദുർഗ്, ഒരു ഫോൾസ് ദുർഗ്, ഒരു കോട്ട, ബൂന്തിയുടെ കോട്ട ഇരിക്കുന്ന പോലെ തന്നെ ഒരു കോട്ട നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കാം. और महाराणा उसका विध्वंस करके अपनी प्रतिज्ञा पूरी कर लें. ആ ഒരു കോട്ടേനെ തകർത്തിട്ട് തരിപ്പണമാക്കിയിട്ട് മഹാരാജാവിന് തൻ്റെ പ്രതിജ്ഞ പൂർത്തീകരിക്കാം. महाराणा क्या आपको मेरा प्रस्ताव स्वीकार है? अच्छा, अभी तो मैं नकली दुर्ग बनाकर उसका विध्वंस करके अपने व्रत का पालन करूँगा, किंतु हाड़ाओं को उनकी उद्दंडता का दंड दिए बिना मेरे मन को संतोष न होगा. सेनापति नकली दुर्ग बनवाने का प्रबंध करे. ചാരണിയുടെ ഈ ഐഡിയ മഹാറാണ അക്സെപ്റ്റ് ചെയ്യും. അദ്ദേഹം പറയും, തൽക്കാലം നമ്മൾക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ദുർഗ്, ബൂന്തി ദുർഗ് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനെ നശിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പ്രതിജ്ഞ പൂർത്തീകരിക്കും. കിന്തു ഹാഡാവും കോ ഉൻകി ഉദ്ദണ്ഡത കാ ദണ്ഡ് ദിയേ ബിനാ മേരെ മൻ കോ സന്തോഷ് ന ഹോഗ. ഹാഡാക്കൾക്ക് അവരുടെ ആ ഒരു അഹങ്കാരം അത് തീർക്കാതെ എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ഹാപ്പി ആവത്തില്ല. അങ്ങനെ സേനാപതിക്ക് നക്ലി ദുർഗ് ഉണ്ടാക്കാനുള്ള വ്യവസ്ഥ ചെയ്യാനുള്ള ഓർഡറും മഹാറാണ കൊടുക്കും. സബ്കാ പ്രസ്ഥാൻ പട്ട് പരിവർത്തൻ. അങ്ങനെ ആ ഒരു സീൻ തീരുകയാണ്. താമസിയാതെ തന്നെ തേർഡ് ദൃശ്യവും നമുക്ക് ആസ്വദിക്കാം.